ഹായ്, നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ്ങിനെ കുറിച്ചാണ്. ഡ്രോയിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ ഷെയ്ഡിങ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെയ്ഡിങ് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഷെയ്ഡിങ് ടെക്നിക്ക് നമ്മൾ പഠിച്ചു. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡ്രോയിങ്ങിൽ നല്ല ഡെപ്ത് കൊണ്ടുവരാനും ലൈഫ് കൊണ്ടുവരാനും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പേഴ്സ്പെക്റ്റീവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡ്രോയിങ്ങിൽ ഷെയ്ഡിങ്ങിനുള്ള അതേ ഇമ്പോർട്ടൻസ് തന്നെ പേഴ്സ്പെക്റ്റീവിനും ഉണ്ട്, മനസ്സിലാക്കുക. ഷെയ്ഡിങ് ഇല്ലാതെ തന്നെ നമ്മൾ വരക്കുന്ന ഒരു ചിത്രത്തിന് നല്ലൊരു ഡെപ്തും ഡൈമെൻഷനും പേഴ്സ്പെക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാൻ എന്താണ് പേഴ്സ്പെക്റ്റീവ്, അതേപോലെ തന്നെ പേഴ്സ്പെക്റ്റീവ് വരുന്ന പ്രധാനപ്പെട്ട 3 എലമെന്റുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. പേഴ്സ്പെക്റ്റീവ് ഇസ് ദ മെത്തേഡ് ആർട്ടിസ്റ്റ് യൂസ് ടു ക്രിയേറ്റ് ദ ഇല്യൂഷൻ ഓഫ് ഡെപ്ത് ആൻഡ് സ്പേസ് ഓൺ എ ഫ്ലാറ്റ് സർഫേസ്. അല്ലേ, നമ്മൾ ആർട്ടിസ്റ്റുമാര് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാണുന്ന ഇല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ ഒരു 3 ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ, അതിലൊരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആർട്ടിസ്റ്റുമാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. വി ലീവ് ഇൻ എ 3D വേൾഡ് ബട്ട് പേപ്പർ ഈസ് 2D. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. വി ലീവ് ഇൻ എ 3D വേൾഡ് ബട്ട് പേപ്പർ ഈസ് 2D. റൈറ്റ്, നമ്മൾ കാണുന്ന ലോകം 3D ആണ്, 3 ഡയമെൻഷൻ ആണ്. എന്നാൽ നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന പേപ്പർ അല്ലെങ്കിൽ ക്യാൻവാസ് 2D ആണ്. ചുരുക്കി പറഞ്ഞാൽ 3D ആയിട്ടുള്ള ഈ ഒരു ലോകത്തെ 2D ആയിട്ടുള്ള ക്യാൻവാസിലേക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ പകർത്താനായിട്ട് ആർട്ടിസ്റ്റുമാരെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിനൊരുപാട് രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. ഞാൻ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ലളിതമാക്കി തരാം. പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ അടുത്തുള്ള വസ്തുവിനെ വലുതായും അടുത്തുള്ള വസ്തുവിനെ വലുതായും അകലെയുള്ള വസ്തുക്കളെ ആനുപാതികമായി ചെറുതായി ചിത്രീകരിക്കും. ഓക്കെ, അതാണ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അധികം ടെൻഷൻ അടിക്കൊന്നും വേണ്ട. സ്റ്റാർട്ടിങ് ടൈമിൽ ഈ നിർവചനങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, നിങ്ങൾ ഇപ്പം ഒന്ന് മനസ്സിലാക്കുക. അടുത്തുള്ള വസ്തുവിനെ വലുതായും അകലെയുള്ള വസ്തുക്കളെ ചെറുതായും ചിത്രീകരിക്കുന്ന ഒരു രീതിയാണ് പേഴ്സ്പെക്റ്റീവ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പേഴ്സ്പെക്റ്റീവ് ഈസ് ദ ബ്രിഡ്ജ് ദാറ്റ് മേക്സ് 2D ലുക്ക് ലൈക്ക് 3D. നമ്മൾ വരയ്ക്കുന്ന 2D ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയൊക്കെ 3 ഡയമെൻഷനിലേക്ക് മാറ്റാൻ പേഴ്സ്പെക്റ്റീവിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, വിത്തൗട്ട് ഷെയ്ഡിങ് ടെക്നിക്. ഷെയ്ഡിങ് ഒന്നും കൊടുക്കാതെ തന്നെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ മനസ്സിലാക്കി അതിന് ആനുപാതികമായി നമ്മൾ ചിത്രങ്ങൾ വരക്കുകയാണെങ്കിൽ നമുക്ക് 3 ഡയമെൻഷനും നമ്മുടെ ഡ്രോയിങ്ങിൽ നല്ലൊരു ഡെപ്തും കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ്, അതേപോലെ തന്നെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട എലമെന്റുകൾ ഉണ്ട്. അതെന്തൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ 3 ഫണ്ടമെന്റൽ എലമെന്റ്സ് ഓഫ് പേഴ്സ്പെക്റ്റീവ് നോക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്ന് ഐ ലെവൽ ഓർ ഹൊറൈസൺ ലൈൻ എന്ന് പറയും. ഓക്കെ, പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഇനി രണ്ടാമത് വാനിഷിംഗ് പോയിന്റ് എന്ന് പറയും. മൂന്നാമത് സ്റ്റേഷൻ പോയിന്റ് ഓർ വ്യൂ പോയിന്റ്. ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് ടൈപ്പ് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. അതിലെല്ലാത്തിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഐ ലെവൽ, വാനിഷിംഗ് പോയിന്റ്, സ്റ്റേഷൻ പോയിന്റ്. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണ് ഐ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഐ ലെവൽ ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വ്യൂവേഴ്സ് ഐസ്. അല്ലേ, നമ്മളുടെ കണ്ണിന്റെ ഉയരം. നോക്കാനൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഞാനാണ് വ്യൂവർ, കാഴ്ചക്കാരൻ. എന്റെ കണ്ണിന്റെ ഉയരം എന്താണോ അതാണ് ഞാൻ കാണുന്ന ചിത്രത്തിന്റെ ഇല്ലെങ്കിൽ കാഴ്ചയുടെ ഐ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ചിത്രം ഞാനൊന്ന് കാണിക്കാം. കണ്ടില്ലേ, ഇതാണ് ഐ ലെവൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ കണ്ണ്. നമ്മൾ എങ്ങനെയാണോ
കണ്ണിന്റെ ഉയരം നോക്കുക. കണ്ണിന്റെ ഉയരത്തിനനുസരിച്ച് നമ്മൾ കാണുന്നത് കണ്ടല്ലേ, ഇതാണ് ഐ ലെവൽ. എന്നാൽ കണ്ണിന്റെ മുകളിലേക്ക് വരുന്നത് ഹൈ ആംഗിൾ ആണ്, അല്ലെങ്കിൽ സ്കൈ എന്ന് പറയും. മുകളിൽ തൊട്ട് താഴെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കണ്ണിനേക്കാൾ താഴെ വരുന്ന ഭാഗങ്ങൾ ലോ ആംഗിൾ ആണ്. അപ്പോൾ ഓരോന്നിനനുസരിച്ച് ആയിരിക്കും നമ്മൾ ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ വസ്തുക്കളെ നമ്മൾ കാണുന്നുണ്ടാവുക. നമ്മൾ കണ്ണിന് നേരെ വരുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇതിന് നമുക്ക് രണ്ട് വശങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഹൈ ലെവലിന് താഴെയാണ് വരുന്നതെങ്കിലോ നമുക്ക് 3 വശങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതില് മുകൾ ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഹൈ ആംഗിളിലേക്ക് പോകുമ്പോഴോ അതിൽ 3 വശങ്ങളുണ്ട്, പക്ഷെ ബോട്ടം ഫേസ് ആണ് വരുന്നത്. ഇതിന്റെ മുകൾ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല, ബോട്ടം ഫേസ് ആണ്. താഴെ വരുമ്പോൾ അതിന്റെ മുകൾ ഭാഗമാണ് വിസിബിൾ ആയിട്ടുള്ളത്. ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഒബ്ജക്റ്റിന്റെ വശങ്ങള്, അതേപോലെ തന്നെ ഓരോ കോർണർ, ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ഐ ലെവലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒബ്ജക്റ്റിനെ കാണുന്നതും ആ ഒരു ചിത്രത്തില് അതിന്റെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഐ ലെവലാണ് പ്രധാനം. ഇനി മറ്റൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇത് നോക്കിയേ, ഒരു ബീച്ച്. ഇതായിരിക്കും ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുക. ഈ ഒരു ബീച്ചിൽ സെൻട്രലിലൂടെ ഞാൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഹൊറൈസൺ ലൈൻ അല്ലെങ്കിൽ ഐ ലെവൽ എന്ന് പറയുന്നത്. എൻ്റെ കണ്ണിന് നേരെ വരുന്ന ഭാഗം, കണ്ണിന്റെ ഉയരം, അതാണ് ഹൊറൈസൺ ലൈൻ അല്ലെങ്കിൽ ഐ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ സെൻട്രൽ ലൈൻ ആണ് എന്ന് പറഞ്ഞ് പഠിച്ചുകൊള്ളുക. കണ്ണിന് നേരെ വരുന്ന ഈ ഒരു ഭാഗമാണ് ഹൊറൈസൺ ലൈൻ എന്ന് പറയുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. പെർസ്പെക്റ്റീവില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറയുന്ന ഐ ലെവൽ എന്ന് പറയുന്നത്. ഇനി ഐ ലെവൽ നമ്മൾ വരച്ചു കഴിയുമ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിന് നമുക്ക് 2 പാർട്ടായിട്ട് കിട്ടി. മുകളിൽ സ്കൈ, ആകാശം, താഴെ ഗ്രൗണ്ട്. ഓക്കെ, ഇതിന്റെ ബേസിലായിരിക്കും ചിത്രങ്ങൾ വരുന്നത്. ഇനി ഒരു എക്സാമ്പിളൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ഒരു ചിത്രം നോക്കുക. നമ്മൾ ഇതുവരെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഐ ലെവല് എപ്പോഴും ഹൊറൈസൺ ലൈൻ ആണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? ഇത് ഹൊറൈസൺ ലൈൻ ആണ്. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഒരു തറയിൽ നിന്ന് നമ്മളിലേക്കുള്ള ഉയരം നോക്കിയേ, ഓരോ ആളെ നോക്കുക. തറയിൽ നിന്ന് കണ്ണിലേക്കുള്ള ഉയരം നോക്കിയേ. ഇവിടെ ആദ്യത്തെ വ്യക്തി കുറച്ച് താഴ്ന്ന രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം ഇരുന്നിട്ടാണ് അല്ലെ വ്യൂ ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ടാണ് വ്യൂ ചെയ്യുന്നത്. കുറച്ച് ചെറിയൊരാളാണ്. എന്നാൽ അത് കഴിഞ്ഞു വരുന്ന വ്യക്തി നല്ല ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഉയർന്ന നിലയിലാണ് വ്യൂ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഉത്തരം മാത്രം നോക്കിയേ, നമ്മളുടെ ഐ ലെവല് വരുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ നോക്കുന്ന വ്യൂ പോയിന്റ് മാറുന്നതിനനുസരിച്ച് ഈ പറയുന്ന ഐ ലെവലിലും മാറ്റമുണ്ടാകും. മനസ്സിലായോ? ഇരുന്ന് നോക്കുന്നതും എഴുന്നേറ്റ് നിന്ന് നോക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരാളെ നോക്കിയേ. അദ്ദേഹത്തിന്റെ ഐ ലെവല് കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോ അദ്ദേഹം വ്യൂ ചെയ്യുന്ന ലോകം അല്ലെങ്കിൽ അദ്ദേഹം ചിത്രത്തെ നോക്കിക്കാണുന്നതും അതേപോലെ ആദ്യത്തെ ഒരു വ്യക്തി ചിത്രങ്ങളെ നോക്കിക്കാണുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ബൾബോൺ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കണ്ണുകളുടെ സ്ഥാനം മാറുന്നതിനനുസരിച്ചും ഐ ലെവലിൽ മാറ്റമുണ്ടാകും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ പഠിച്ചു ഐ ലെവല് എപ്പോഴും ഐ ലെവല് ഹൊറൈസൺ ലൈൻ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. നമ്മളുടെ കണ്ണിന് നേരെ വരുന്ന ഉയരമാണ് ഐ ലെവല്. തറയിൽ നിന്ന് ഈ ഒരു കണ്ണുകളിലേക്ക് ഒരു ലൈൻ കൊടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് കണ്ണുകളുടെ ഉയരം നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മളുടെ കണ്ണുകളുടെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഐ ലെവലിലും മാറ്റം ഉണ്ടാകും എന്ന് നിങ്ങൾ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഐ ലെവലിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത ടേം ആണ് വാനിഷിംഗ് പോയിന്റ്. എന്താണ് വാനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളിപ്പോ ഒരു റോഡിലൂടെ
അല്ലെങ്കിൽ ഒരു റെയിൽവേ ട്രാക്കിലൂടെ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോ നമ്മളുടെ അടുത്തുള്ള പാത എന്താ പറയാ, കുറച്ച് വീതിയുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ ദൂരേക്ക് പോകും തോറും ആ രണ്ട് സൈഡും അല്ലെങ്കിൽ റോഡുകളുടെ രണ്ട് സൈഡും ഒരു പോയിന്റിലേക്ക് പോയി ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു പോയിന്റ് ആണ് വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽവേ ട്രാക്ക് എന്ന് സങ്കല്പിക്കുക. നമ്മൾ ഈ ഒരു ട്രാക്കിന്റെ ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കണ്ടില്ല, ദൂരേക്ക് പോകുമ്പോൾ ഈ ട്രാക്കിന്റെ രണ്ട് ഭാഗങ്ങളും ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ? അതിനെയാണ് വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ച ഐ ലെവൽ. ഓക്കെ, ഐ ലെവൽ എപ്പോഴും ഹൊറൈസൺ ലൈൻ ആണെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു റെയിൽവേ ട്രാക്കിന്റെ രണ്ട് വശങ്ങളാണിത്. ഓക്കെ, നോക്കുക, കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിപ്പോ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. ഇവിടെയാണ് നമ്മളുടെ സ്പേസ്. ഇവിടെ അകന്നാണ് റെയിൽവേ ട്രാക്ക് ഇരിക്കുന്നത് ഇല്ലേ? അകന്നാണ് കാണുന്നത്. എന്നാൽ നമ്മൾ ദൂരേക്ക് നടന്നു പോവാന്ന് വിചാരിച്ചോ. അപ്പൊ ഈ ട്രാക്കിന്റെ വീതി കുറഞ്ഞ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. ഒരു പോയിന്റിലേക്ക് പോയി ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് ആണ് വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാനിഷിംഗ് പോയിന്റ് ഒരു സങ്കല്പമാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ലെവലിലായിരിക്കും വാനിഷിംഗ് പോയിന്റ് കാണാനായിട്ട് കഴിയുന്നത്. അതേപോലെ തന്നെ ഒരു ചിത്രത്തിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വാനിഷിംഗ് പോയിന്റ് ഉണ്ടായേക്കാം. ഞാൻ പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. വാനിഷിംഗ് പോയിന്റിനെ നിങ്ങൾ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കി എടുക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റെയിൽവേ ട്രാക്ക് എടുത്തു നോക്കുക. നമ്മളിപ്പോ അകലേക്ക് പോകും തോറും ഈ ഒരു രണ്ട് വശങ്ങളും ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ആ ഒരു പോയിന്റ് ആണ് വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി തുടർന്ന് ഒരുപാട് എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ആകുന്നതായിരിക്കും. ഇനി സ്റ്റേഷൻ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാഴ്ചക്കാരൻ നിൽക്കുന്ന സ്ഥലം, അത്രമാത്രം. പെർസ്പെക്റ്റീവില് നമ്മളിപ്പോ 3 ഭാഗങ്ങൾ നമ്മൾ നോക്കി. 1 ഐ ലെവല്, 2 വാനിഷിംഗ് പോയിന്റ്, ഇപ്പോ വ്യൂ പോയിന്റും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് വ്യൂ പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചക്കാരൻ നിൽക്കുന്ന സ്ഥലം. കാഴ്ചക്കാരൻ എവിടെ നിന്നാണോ സീനറി നോക്കി കാണുന്നത് അതാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അതും ഞാനൊരു ചിത്രം കാണിച്ച് നിങ്ങളെ പഠിപ്പിക്കാം. ഇങ്ങോട്ട് നോക്കിയേ, ഈ ഒരു സീനറി നോക്കുക, ഒരു ചിത്രം നോക്കുക. ഇതില് ഇവിടെയാണ് നമ്മുടെ കാഴ്ചക്കാരൻ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോ ഇതാണ് ഈ ചിത്രത്തിലെ സ്റ്റേഷൻ പോയിന്റ് അല്ലെങ്കിൽ വ്യൂ പോയിന്റ്. ഇത്ര മാത്രം, കാഴ്ചക്കാരൻ നിൽക്കുന്ന സ്ഥലം, അത്രേ ഉള്ളൂ വ്യൂ പോയിന്റ് എന്ന് അല്ലെങ്കിൽ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഹൊറൈസൺ ലൈൻ അല്ലെങ്കിൽ എന്താ പറയാ ഹൈ ലെവൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ വാനിഷിംഗ് പോയിന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോ സ്റ്റേഷൻ പോയിന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് പെർസ്പെക്റ്റീവിൽ വരുന്ന 3 പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം അല്ലേ? പെർസ്പെക്റ്റീവ് എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? എന്താ പെർസ്പെക്റ്റീവ്? 3D ആയിട്ടുള്ള ഈ ഒരു ലോകത്തെ നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന 2D ആയിട്ടുള്ള പേപ്പറിലേക്ക് ചിത്രീകരിക്കാനായിട്ട് അല്ലേ ആർട്ടിസ്റ്റുമാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിനെ കുറച്ചുകൂടെ ലളിതമാക്കുകയാണെങ്കിൽ അടുത്തുള്ള വസ്തുവിനെ വലുതായും അകലെയുള്ള വസ്തുക്കളെ ചെറുതായും ചിത്രീകരിക്കുന്ന ഒരു രീതിയാണ് പെർസ്പെക്റ്റീവ് ഡ്രോയിങ്. നമുക്ക് പെർസ്പെക്റ്റീവ് തയ്യാറാക്കാനായിട്ട് 3 എലമെന്റുകൾ വേണമെന്ന് പഠിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഐ ലെവല്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ വാനിഷിംഗ് പോയിന്റ് എന്താണെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ സ്റ്റേഷൻ പോയിന്റ് എന്നാണ് നമ്മൾ നോക്കി. ഓരോന്നും ചിത്രത്തിന്റെ സഹായത്തോടെയാണ് നമ്മൾ പഠിച്ചത്. ഇനി പെർസ്പെക്റ്റീവിനെ പ്രധാനമായും 3 തിരിക്കുന്നുണ്ട്, 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ലീനിയർ പെർസ്പെക്റ്റീവ്, 2 കർവിലീനിയർ പെർസ്പെക്റ്റീവ്, 3 അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ് ഓർ ഏരിയൽ പെർസ്പെക്റ്റീവ്. ഇതില്
നമുക്ക് ആവശ്യം ലീനിയർ പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, ഇനി ലീനിയർ പെർസ്പെക്റ്റീവ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് ലീനിയർ പെർസ്പെക്റ്റീവ് എന്ന് നോക്കാം. ഡ്രോയിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പെർസ്പെക്റ്റീവ് ആണ് ലീനിയർ പെർസ്പെക്റ്റീവ്. ഇതിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. 1 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്നും 2 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്നും 3 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്നും. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.